ഭയങ്കര സന്തോഷം. ഒത്തിരി പുറകെ പോയി, ഏറ്റവും പുറകെ പോയിട്ട് കയറി വന്നതിൽ അമിത സന്തോഷം. നമുക്ക് ഭയങ്കര ടീം സ്പിരിറ്റ് ആയിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? 100% ബെസ്റ്റ് ടൈമായിട്ട് വരുമെന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ജയിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കന്നി മത്സരമായിരുന്നു. ഈ കന്നി മത്സരത്തിൽ കഴിഞ്ഞ വർഷം കപ്പടിച്ച വീരം വെള്ളത്തിലെ 2ാം താളക്കാരനായിരുന്നു ഞാൻ. ഇത്തവണ ആ ടീം ഫുൾ അരോമ ബോട്ട് ക്ലബിലോട്ട് വന്നു. അപ്പോഴും ഞങ്ങളെ പലരും കളിയാക്കി, നിങ്ങൾ പൈസയുടെ പുറകെ പോയി, നിങ്ങൾ ഓരോ ഇതിന്റെ കമ്പനിയുടെ പുറകെ പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾ തീർത്തും വീണ്ടും പരിശ്രമിച്ചു. 40-42 ദിവസം വരുന്ന അഹോരാത്രമുള്ള പരിശ്രമത്തിന്റെ ഫലമായത്. നിങ്ങൾക്ക് അന്യ സംസ്ഥാനക്കാരുണ്ടായിരുന്നു? ഒറ്റ അന്യ സംസ്ഥാനക്കാരില്ലാതെ 110 തുഴച്ചിൽക്കാരും 7 അമരക്കാര് 9 താളക്കാരും വെറും മലയാളികൾ മാത്രം വെച്ച് ജയിച്ച ടീമാണ്. മറ്റു പല ടീമുകളിലും അന്യ സംസ്ഥാനക്കാരൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഉണ്ട്. നമ്മൾ അവരെ എതിർക്കുന്ന ഒന്നുമില്ല. നമ്മുടെ ടീമിൽ മലയാളികൾ ഉണ്ടായിരുന്നു. നമ്മൾ 100% പരിശ്രമിച്ചു. അതിന്റെ വിജയം ദൈവം തന്നു. എങ്ങനെയായിരുന്നു പരിശീലനം ഏകദേശം ജൂലൈ 12-ാം തീയതി മുതൽ തുടങ്ങിയ പരിശീലനം. ഞങ്ങൾ അധികം ട്രാക്കിലോട്ടോ ഒന്നും വരാൻ പോയില്ല. ആകെ ഒരു ജൂലൈ ഒരു പകുതി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ട്രാക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരാനോ ഇല്ല, ഒന്നുമില്ല. നമ്മളെ പലരും പറയും നമ്മൾ പണത്തിന്റെ ഹുങ്ക് കൊണ്ടൊക്കെ പോയാന്ന് പറയും. നമ്മൾ അവിടെ പതുങ്ങിയിരുന്ന് പരിശ്രമിക്കുകയും എല്ലാം നല്ലപോലെ കഠിനാധ്വാനം ചെയ്തു. അതിന്റെ ഉപരി ഞങ്ങളുടെ കോച്ചുമാർ 2 പേരുണ്ട്, ബേബി ചാക്കോ സാറും ജിമിൻ ചേട്ടനും. അതുകൂടാതെ 110 അംഗ ടീം അംഗങ്ങൾ, 7 പങ്കായക്കാര്, 9 താളക്കാര്. ഇതെല്ലാവരും ഒരു കഠിനമായ പ്രയത്നം. പിന്നെ അതിലുപരി അരോമ ബോട്ട് ക്ലബിന്റെ ഞങ്ങളെ ഫ്രീ ആക്കിയാ വിട്ട്. അരോമ ബോട്ട് ക്ലബ് ഞങ്ങളുടെ മേൽ ഒരു പ്രഷറും ചാർത്തുകയോ ഒന്നുമില്ല. ആദ്യമായിട്ടാണോ കൊല്ലത്തേക്ക് കപ്പ് കൊണ്ടുപോകുന്നത്? ആദ്യമായിട്ടാണോ കൊല്ലത്തേക്ക് കപ്പ് കൊണ്ടുപോകുന്നത്? അല്ല സാർ, ഇതിന് മുമ്പ് കൊല്ലത്തുനിന്ന് വന്ന ക്ലബ്ബുകൾ പലരും ജയിച്ചിട്ടുണ്ട്. ഇതിപ്പം വീണ്ടും കൊല്ലത്തേക്ക് ഒരു കപ്പ് പോയാലും പിന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം.